ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഭ്രമയുഗം. എല്ലാ കോണിൽ നിന്നും മികച്ച അഭിപ്രായം നേടിയ സിനിമയുടെ മമ്മൂട്ടിയുടെ പ്രകടനത്തിന് അഭിനന്ദനങ്ങൾ ഏറെയാണ് ലഭിച്ചിരുന്നത്. ഇപ്പോഴിതാ സിനിമയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴ് സംവിധായകനായ തമിഴ് സെൽവരാജ്. ഭ്രമയുഗം കണ്ട് അസൂയ തോന്നിയെന്നും 4 ദിവസത്തോളം സിനിമ മായാതെ മനസ്സിൽ കിടന്നിരുന്നു എന്നും സംവിധായകൻ പറയുന്നു. ഒരു അഭിമുഖത്തിലായിരുന്നു ഇങ്ങനെ പറഞ്ഞത്. "ഭ്രമയുഗം കണ്ട് വല്ലാതെ അസൂയ തോന്നിയിട്ടുണ്ട്. രാത്രി എനിക്ക് ഉറക്കം വന്നിരുന്നില്ല ആ സിനിമ കണ്ടിട്ട്. ആ സിനിമയുടെ വിഷ്വൽ കുറേ നേരം കൂടെ ഉണ്ടായിരുന്നു. 4 ദിവസത്തോളം ആ സിനിമയുടെ വിഷ്വൽ മനസ്സിൽ നിന്ന് മാറാതെ കിടന്നു. സിനിമയിലെ പാട്ടുകളും ചില ഫ്ലാഷ് ബാക്ക് സീനുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഉൾപ്പെടുത്തിയത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമ മുഴുവൻ മോണിറ്ററിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സംവിധായകൻ എടുക്കുന്നു എന്നത് എഡിറ്റർ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത് തന്നെ എഡിറ്റ് ചെയ്യുന്നു. എന്തൊരു അനുഭവമായിരിക്കും അത്" എന്ന് മാരി സെൽവരാജ് പറഞ്ഞു. അതേസമയം മാമന്നൻ, കർണൻ, വാഴ തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളിൽ തമിഴിൽ നൽകിയ സംവിധായകനാണ് സെൽവരാജ്. ഇദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ധ്രുവ്വിക്രം നായകനായി എത്താനിരിക്കുന്ന ചിത്രം ബെൻസൺ കാലമടൻ. സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽ കഥ പറയുന്ന ചിത്രം രഞ്ജിത്തിന്റെ നീലം സ്റ്റുഡിയോസിനൊപ്പം അപ്പോൾസ് എന്റർടൈൻമെന്റ്സും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ഒക്ടോബർ 17-ന് ദീപാവലി റിലീസായാണ് ചിത്രം തിയേറ്ററിലെത്തുന്നത്. ധ്രുവിനെ കൂടാതെ അനുപമ പരമേശ്വരൻ, ലാല്, കലയരസൻ, രജിഷ വിജയൻ തുടങ്ങിയവരും സിനിമയിലുണ്ട്.